ചില ഹാബിറ്റ്സ് ആൺകുട്ടികളെ വളരെ അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റും. ആർക്കും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. സോ അത്തരത്തിലുള്ള 5 അഗ്ലി ഹാബിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഹാബിറ്റ്സ് നിങ്ങൾ കണ്ടെങ്കിൽ വേഗം മാറ്റിക്കോളാം. ഹേ അമിഗോസ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ ഹാബിറ്റ് നമ്പർ 1, ബാഡ് ആറ്റിറ്റ്യൂഡ്. ഒരു മോശം ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ആർക്കും ഒപ്പം നടക്കാൻ തോന്നാത്ത ഒരാളാവുക. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് മോശമാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എത്ര നോക്കിയിട്ടും കാര്യമില്ല, അത് താഴത്തോട്ട് തന്നെ പോകും. ബിക്കോസ് ആദ്യം നമ്മളുടെ ഉള്ളിൽ നന്നാവണം. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പേഴ്സൺ ആവാനായിട്ട് പറ്റുള്ളൂ. ചിലരുണ്ട്, ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അവരെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. നിനക്ക് പറ്റൂലടാ, അതൊന്നും ശരിയാവില്ല. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരെ ആരും അടുപ്പിക്കില്ല. പ്ലീസ് ഡോണ്ട് ബി ദാറ്റ് ഗായ്. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. നമ്പർ 2, ബാഡ് ടേബിൾ മാനേഴ്സ്. നമ്മളുടെ കേരളത്തിലുള്ള ആളുകളിൽ മിക്ക ആളുകളും ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാറില്ല. ആക്ച്വലി അവർക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കൊരു ജെന്റിൽമാൻ ആവണമെങ്കിൽ ടേബിൾ മാനേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എല്ലാവരും കൂടി ഒരു ഹോട്ടലിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഫോണൊന്ന് സൈലൻ്റ് ആക്കി പോക്കറ്റിലിടുക. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ കളിച്ചിരിക്കരുത്. നിങ്ങളോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് ഡോറൊന്ന് തുറന്നു കൊടുക്കുക, ചെയറൊന്ന് വലിച്ചിട്ട് കൊടുക്കുക. അതേപോലെ എല്ലാവരും വന്നതിന് ശേഷം മാത്രം കഴിക്കാൻ തുടങ്ങുക. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കരുത്. ദെൻ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കൈ കഴുകാൻ പോകരുത്. എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൈ കഴുകാൻ പോവുക. ഓക്കെ. നമ്പർ 3, പുവർ ഓറൽ ഹൈജീൻ. മിക്ക ആളുകളും ശരിക്കും ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണ് ഓറൽ ഹൈജീൻ. വായ വൃത്തിയായി കൊണ്ടു നടക്കില്ല. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് അഗ്ലി ഹാബിറ്റ്. പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ബാഡ് ബ്രീത്ത് നമ്മളുടെ വായിൽ നിന്ന് വരും. ദുർഗന്ധം. എൻ്റെ പൊന്നോ, പിന്നെ ആരും നിങ്ങളുടെ 7 അയലത്ത് വരില്ല. അതിൽ നിൽക്കരുത്. പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഭയങ്കര ബാഡ് ബ്രീത്ത് ആണ്, ഗം ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാവിറ്റീസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ടും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവുക. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുക. ഓക്കെ. അതിന് മടി കാണിക്കരുത്. നമ്പർ 4, നോട്ട് സ്മെല്ലിങ് ഗുഡ്. യെസ്, സ്ത്രീകൾക്ക് മോശം സ്മെല്ലുള്ള ആണുങ്ങളെ ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയ ഡ്രസ്സ് ഇട്ടാലും ശരി, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു ബാഡ് സ്മെൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവും. കാരണം നമ്മൾ വേർക്കുന്നതുകൊണ്ടാണ്. ഇന്ത്യയിലെ കാലാവസ്ഥ നമുക്കറിയാലോ, മിക്കപ്പോഴും നല്ല വെയിലാവും. അതുകൊണ്ട് നല്ല ഒരു പെർഫ്യൂം യൂസ് ചെയ്യുക. ഭയങ്കര കുത്തുന്ന സ്മെല്ലുള്ളത് എടുക്കരുത്. എന്താ പറയുക, ഒരു കാമിങ് ആയിട്ട് തോന്നിക്കുന്ന സ്മെല്ലുള്ള പെർഫ്യൂം യൂസ് ചെയ്യുക. യു ഹാവ് ടു സ്മെൽ ഗുഡ് ആൻഡ് ഇറ്റ് വിൽ മേക്ക് യു അട്രാക്റ്റീവ്. നമ്പർ 5, ഡിസോണസ്റ്റി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിലിരിപ്പ് മോശമാണെങ്കിൽ പുറത്തും നിങ്ങൾ മോശം തന്നെയാവും. അതിനൊരു പ്യുവർ എക്സാമ്പിളാണ് കള്ളം പറയുന്ന ആളുകൾ. നിങ്ങളൊരു ചെറിയ കള്ളം പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അത് കുറേ വലിയ കള്ളങ്ങളിൽ ചെന്നാവും കൊണ്ടെത്തിക്കുക. മായാനദിയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മാതാ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പോയാ ശരിയാ, അത് പോയാൽ പിന്നെ പോയതാ. നിങ്ങൾ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് മറ്റുള്ളവർക്ക് ജസ്റ്റ് ഒരു വട്ടം തോന്നിയാൽ മതി, തീർന്നു. സോ ഓൾവേസ് ബി ഓണസ്റ്റ്. ഓക്കെ. സോ ഇതാണ് ആൺകുട്ടികളെ അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റുന്ന 5 അഗ്ലി ഹാബിറ്റ്സ്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറ്റിക്കോളാം. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.